ഇതിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ LCD ഇൻ്റർഫേസിംഗ് ആണ്. അതായത് 805ൻ്റെ പോർട്ട് 1ലേക്ക് LCD കണക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ത്രൂ പോർട്ട് 1 LCDയിലേക്ക് കൊടുക്കണം, അത് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതാണ് പ്രോഗ്രാം. അപ്പം ഫസ്റ്റ് ചെയ്യുന്നത് #define LCD ഡാറ്റ P1, അതായത് പോർട്ട് 1 LCD ഡാറ്റ എന്ന് പറഞ്ഞ ഒരു വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. സോ അതിന് മുമ്പ് രജിസ്ട്രി ഫയൽ registr51 ഇൻക്ലൂഡ് ചെയ്യുന്നു. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എനേബിൾ പിൻ ഡിഫൈൻ ചെയ്തു. അതാണ് SBIT ENP2.0, അതായത് പോർട്ട് 2ൻ്റെ 0th പിന്നാണ് എനേബിളായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അത് കഴിഞ്ഞ് വോയിഡ് മെയിനിലേക്ക് വരിക. അപ്പോൾ വോയിഡ് മെയിനുള്ളിലാണ് ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. അതായത് മെസ്സേജ് ഡിഫൈൻ ചെയ്യുന്നത് അതിനകത്താണ്. അൺസൈൻഡ് ക്യാരക്ടറായിട്ട് മെസ്സേജ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. കൊടുക്കേണ്ട മെസ്സേജ് ECED ആണ്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു മെസ്സേജിൻ്റെ ഓരോ ക്യാരക്ടറും നമ്മൾ എടുത്തിട്ട് LCDയിലേക്ക് കൊടുക്കും ത്രൂ പോർട്ട് P1. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നത്. ഫോർ Z = 0, Z <9, Z ++. 9 വരാൻ കാരണം ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആ ഒരു മെസ്സേജിൽ ഉള്ള നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് 9 ആയതുകൊണ്ടാണ്. അപ്പോൾ LCD ഡാറ്റ നമ്മൾ ആ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. LCD ഡാറ്റയിലേക്ക് മെസ്സേജ് OFF Z. അപ്പോൾ ലൂപ്പ് റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? PZ എന്ന് പറഞ്ഞാൽ ലൂപ്പിൻ്റെ ആ ഒരു ലൂപ്പിന് വേണ്ടി കൊടുത്തേക്കുന്ന വേരിയബിളാണ്. ഫോർ ലൂപ്പ് റൺ ആകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? Z = 0 ആകുമ്പോഴത്തേക്കും മെസ്സേജിൻ്റെ ആദ്യത്തെ ക്യാരക്ടർ പോർട്ട് 1ലേക്ക് പോവും. സോ ഇനി എന്താ ചെയ്യേണ്ടത്? പോർട്ട് 1ൽ വന്നു കഴിഞ്ഞാൽ അത് LCDയിലേക്ക് ലാച്ച് ചെയ്യണം. അപ്പോൾ LCDയിലേക്ക് ലാച്ച് ചെയ്യുകയാണെങ്കിൽ എനേബിൾ പിന്നെ ഹൈ ടു ലോ ട്രാൻസിഷൻ നടത്തണം. അതിന് വേണ്ടിയിട്ടാണ് എനേബിൾ = 1, അത് കഴിഞ്ഞ് എനേബിൾ = 0 കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഹൈ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ലോയിലേക്ക് പോകും. ഏത്? എനേബിൾ പിൻ കൊടുത്തേക്കുന്നത് പോർട്ട് 2ൻ്റെ P2.0 ആണ്. 0th പിന്നാണ് എനേബിൾ കൊടുത്തേക്കുന്നത്. സോ ഒരു ട്രാൻസിഷൻ നടത്തുമ്പോഴത്തേക്കുമാണ് എന്ത് സംഭവിക്കുന്നത്? പോർട്ട് 1ൽ നിന്ന് ഡാറ്റ LCDയിലേക്ക് പോകുന്നത്, ലാച്ച് ചെയ്യുന്നത്. സോ അതാണ് ഫസ്റ്റ് പ്രോഗ്രാം. ഇനി രണ്ടാമത്തെ പ്രോഗ്രാമിലേക്ക് വരുവാണെങ്കിൽ, രണ്ടാമത്തെ പ്രോഗ്രാം റൈറ്റ് ആൻ 8051 C program to turn bit P1.5 on and off 5000 times. 5000 ടൈംസ് പോർട്ട് 1ൻ്റെ 5th പിൻ ഓണും ഓഫ് ആക്കണം. അതാണ് പ്രോഗ്രാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ registr51 ആ ഒരു ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. പിന്നെ SBIT MYBIT95. എന്തിനാണ് അങ്ങനെ ഒരു വാല്യൂ കൊടുത്തേക്കുന്നത്? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ പോർട്ട് 1ൻ്റെ 5th പിൻ ഡയറക്റ്റ് ആ ഒരു പിന്നായിട്ടല്ല കൊടുത്തേക്കുന്നത്. പകരം ആ ഒരു പോർട്ട് 1ൻ്റെ 5th പിന്നിൻ്റെ അഡ്രസ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ആക്ച്വലി സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് കൺസെപ്റ്റ് പറഞ്ഞാണ്. അപ്പോൾ അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 8051ൽ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സിന് എല്ലാത്തിനും ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും, ഒരു 8-bit അഡ്രസ്സ്. അപ്പോൾ രജിസ്റ്റർ ആക്സസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ ആ ഒരു രജിസ്റ്ററിനെ ഡയറക്റ്റ് ആ ഒരു ഇപ്പോൾ P1ൻ്റെ 5th പിന്നാണെങ്കിൽ ഡയറക്റ്റ് അത് കൊടുക്കാം P1.5 എന്ന്. അതല്ല എങ്കിൽ P1.5ൻ്റെ അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് അതിൻ്റെ അഡ്രസ്സാണ്. സോ അത് കഴിഞ്ഞ് വോയിഡ് മെയിനിലേക്ക് വരികയാണെങ്കിൽ അത് പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഒരു ഓൺ ഓഫും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർ ലൂപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 5000 ടൈംസാണ് ചെയ്യേണ്ടത്. സോ ഫോർ Z = 0, Z <50,000, 5000 അല്ല 50,000, Z ++. സോ MyBit ആണ് നമ്മുടെ, അതായത് P1.5ന് നമ്മൾ കൊടുത്തേക്കുന്ന നെയിം എന്ന് പറഞ്ഞാൽ MyBit ആണ്, വേരിയബിൾ നെയിം. അത് ഫസ്റ്റ് ഓൺ ആക്കുന്നു, MyBit = 1, അത് കഴിഞ്ഞ് MyBit = 0, ഓണും ഓഫും. അപ്പോൾ എങ്ങനെയാണ് ഈ P1.5 അല്ലെങ്കിൽ ഏതെങ്കിലും പോർട്ടിൻ്റെ അഡ്രസ്സ് കിട്ടുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു SFR ടേബിൾ നോക്കുക. അതിനകത്ത് ഓരോ പോർട്ടിൻ്റെയും ഓരോ പിന്നിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ ഒരു
എസ് എഫ് ആറിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് കാണാൻ പറ്റും. അഡ്രസ്സ് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് പോർട്ട് 1ൻ്റെ 5th പിന്നിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുക. പോർട്ട് 1ൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പോർട്ട് 1ൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോർട്ട് 1ൽ 8 പിൻസ് ഉണ്ടാകും. ഓരോ പിന്നിനും ഓരോ അഡ്രസ്സാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 90 എന്ന് പറഞ്ഞാൽ ഇത് ആപ്ലിക്കബിൾ ആകുന്നത് പോർട്ട് 1ൻ്റെ 0th പിന്നിനായിരിക്കും. ഫസ്റ്റ് പിന്നിന് 91 വരും, സെക്കൻഡ് പിൻ 92, തേർഡ് പിൻ 93, ഫോർത്ത് പിൻ 94, ഫിഫ്ത്ത് പിൻ 95. സോ അങ്ങനെയാണ് ആ പ്രോഗ്രാമിൽ 95 വരാൻ കാരണം. അപ്പോൾ വേറെ ഏതെങ്കിലും രജിസ്റ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ എല്ലാം അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചില ചില രജിസ്റ്റേഴ്സ് ബിറ്റ് അഡ്രസ്സബിൾ ആയിരിക്കും, ചിലത് ബൈറ്റ് അഡ്രസ്സബിൾ ആയിരിക്കും. ബിറ്റ് അഡ്രസ്സബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന പോർട്സ് എല്ലാം ബിറ്റ് അഡ്രസ്സബിൾ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ പോർട്ടിൻ്റെ ഓരോ പിന്നിനും ഓരോ അഡ്രസ്സായിരിക്കും. പക്ഷേ SBUF എന്ന് പറഞ്ഞ രജിസ്റ്റർ എടുക്കുക. SBUF എടുത്താൽ അത് ബിറ്റ് അഡ്രസ്സബിൾ അല്ല, ബൈറ്റ് അഡ്രസ്സബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ SBUFൻ്റെ അതിൻ്റെ ഓരോ ബിറ്റും എടുത്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം ആ SBUF എന്ന് പറഞ്ഞ രജിസ്റ്റർ ഒറ്റയടിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 99 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നേരെ പോകുന്നത് SBUFലേക്കായിരിക്കും. സോ ഇതാണ് SFRൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു SFR എന്ന് പറഞ്ഞ ഒരു ഐഡിയ ആണ് ആക്ച്വലി ആ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിൽ ഈ 95 എന്ന് പറഞ്ഞ വാല്യൂ P1.5 കൊടുത്തേക്കുന്നത്. ഓക്കെ.